എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ് മോഡലിനെ പറ്റിയും അല്ലെങ്കിൽ വ്യത്യസ്തമായ ബിസിനസ് മോഡലുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെടുന്നത്, അതിന് കുറച്ച് ഉദാഹരണങ്ങളെ പറ്റിയൊക്കെയാണ്. കാരണം എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ് ഈ ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യണം, ബിസിനസ് മോഡൽ വ്യക്തമായിരിക്കണം എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഏത് ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൽ ഏറ്റവും കോറായിട്ടുള്ള കാര്യം അതിൻ്റെ റവന്യൂവും പ്രോഫിറ്റബിലിറ്റിയാണ്. ചില ബിസിനസ്സുകൾ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്, അതായത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര പ്രോഫിറ്റ് നേടാൻ പറ്റാതെ ക്ലോസ് ഡൗൺ ആവുന്ന സാഹചര്യമുണ്ട്. നേരെ മറിച്ച് ചില ബിസിനസ്സുകൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ റവന്യൂ അല്ലെങ്കിൽ കൂടുതൽ ടേൺ ഓവറിലേക്ക് കൂടുതൽ സ്കെയിലബിളായിട്ട് വ്യാപിപ്പിക്കാനായിട്ട് പറ്റാത്ത പ്രശ്നമുള്ളവരുമുണ്ട്. ശരിക്കും ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റണം. റവന്യൂ ഉണ്ടാവണം, ഗ്രോത്തും ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തമായ ബിസിനസ് മോഡൽ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ശരിക്കും ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ ഒരു ബിസിനസ് പണം ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി എന്ത് സ്ട്രക്ചറാണ് ആ ബിസിനസ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബിസിനസ് നടത്തുന്ന സംരംഭകൻ എങ്ങനെയാണ് അതിൽ നിന്ന് പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യണത്, ആ സ്ട്രക്ചറിനെ നമുക്ക് ബിസിനസ് മോഡൽ എന്ന് വിളിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു എംപ്ലോയി എങ്ങനെയാണ് പണം നേടുന്നത്? അവർ ഒരു കമ്പനിയിൽ അവൻ്റെ വർക്ക് ചെയ്ത് അതിൻ്റെ സർവീസ് ഒരു കമ്പനിക്ക് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഏൺ ചെയ്യണം. ഇപ്പം ഞങ്ങളുടെ ഒക്കെ പോലുള്ള കൺസൾട്ടൻറ്റുമാരാണെങ്കിൽ ഞങ്ങളുടെ സർവീസസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, ഗൈഡൻസ്, നമ്മുടെ അറിവും പരിജ്ഞാനമൊക്കെ ഒരു കമ്പനിക്ക് നൽകിക്കൊണ്ടാണ് നമ്മൾ പണം ഈടാക്കുന്നത് അല്ലെങ്കിൽ പണം നേടുന്നത്. ഇതുപോലെ ഒരു കമ്പനി ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റോ സർവീസസോ അവരുടെ കസ്റ്റമറിലേക്ക് എത്തിച്ച് അതിന് തതുല്യമായിട്ട് പണം ഏൺ ചെയ്താണ് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണത്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അത് സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊഡക്റ്റോ സർവീസിനോ അല്ലെങ്കിൽ അതിൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്കെയിലബിൾ മോഡൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നല്ല ബിസിനസ് മോഡലുകൾ ഒരു സ്ഥാപനം ഡെവലപ്പ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് വരുമാനം നേടാൻ, മോണിറ്റൈസ് ചെയ്യാൻ, ബിസിനസ്സിൽ പണം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിയോ പോലുള്ള കമ്പനികൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യം അവർ എൻട്രി സമയത്ത് 90 രൂപയുടെയൊക്കെ ചെറിയ പാക്കേജുകൾ കൊണ്ടുവന്നു, ഡാറ്റ കാർഡുകളൊക്കെ. പിന്നീട് അത് ഫ്രീ ആക്കി മാറ്റി. ഈ ഫ്രീ ആക്കിയ സമയം എന്തായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്? ഏതാണ്ട് 60 കോടിയോളം ആൾക്കാരിലേക്കാണ് അവരുടെ സബ്സ്ക്രൈബറാക്കി അവർക്ക് മാറ്റാൻ പറ്റിയത്. അതായത് 50% മാർക്കറ്റ് ഷെയർ ആ മേഖലയിലെ ഡാറ്റ യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ആൾക്കാരുടെ 50% മാർക്കറ്റ് ഷെയർ മറ്റും അവർക്ക് അക്വയർ ചെയ്യാൻ പറ്റി. ഈ സമയത്ത് അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വോളിയം ജനറേറ്റ് ചെയ്ത് വലിയൊരു റവന്യൂ ആഡ് ഓൺ ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് ചെയ്തിരുന്നത്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലുള്ള കോസ്റ്റ് അവരെ സംബന്ധിച്ചിടത്തോളം വൺ ടൈം ഉള്ളതാണ്. അതിന് മുകളിലേക്ക് വരുന്ന ആ യൂസേഴ്സിനെ കൊണ്ടുവരുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ ഇല്ലാതാക്കുന്ന ഒരു സ്ട്രാറ്റജിയും ഒരു ബിസിനസ് മോഡലും അവർ തയ്യാറാക്കിയത്. ഇനി ഫേസ്ബുക്ക് പോലുള്ള കമ്പനികൾ നോക്കിയാലോ, അവരിന്ന് വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്. കാരണം ഫേസ്ബുക്കിൻ്റെ ഒറ്റേ ഒരു ഇൻകം എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ത്രൂ ആണ്. അതും ഇന്ന് $70 ബില്യൺ മുകളിലാണ് ആനുവലി അതിലൂടെ നേടുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഒരു ബിസിനസ് മോഡൽ അവർ കൊണ്ടുവന്നു. ഗൂഗിളിൻ്റെ കാര്യം നോക്ക്. ഗൂഗിളിനും നമുക്ക് പല പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനും അഡ്വർടൈസ് ചെയ്യുന്നതിനും ഗൂഗിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ വഴിയുള്ള ഹെൽപ്പ്, അല്ലെങ്കിൽ ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ മാപ്പ്, ഇങ്ങനെ കുറേ അനുബന്ധ പ്രൊഡക്റ്റുകൾ ഗൂഗിൾ കൊണ്ടുവന്നുണ്ട്. ഇത് പല കമ്പനികളുമായിട്ട് ടൈപ്പിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഓല പോലെ, ഊബർ പോലുള്ള കമ്പനികളൊക്കെ നമുക്കറിയാം ഗൂഗിൾ മാപ്പിൻ്റെ സേവനം എടുക്കുന്നുണ്ട്. അവരുമായിട്ട് ആനുവലി ഉള്ള ഓരോ ഡീലുകളുണ്ട്. അപ്പോൾ അവരുടെ റവന്യൂവിൽ നിന്നൊരു വരുമാനം ഇവരിലേക്ക് എത്തുന്ന രൂപത്തിലാണ് ഇത്തരം കമ്പനികൾ ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി കൊമേഴ്സ് കമ്പനികൾ നോക്കിയാൽ ഫ്ലിപ്കാർട്ടും ആമസോണും ബിഗ് ബാസ്ക്കറ്റും പോലുള്ളവർ അവരുടെ സപ്ലയറേയും ബയ്യറേയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പണം നേടുന്ന ബിസിനസ് മോഡലുകളുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനികൾ ഇന്ന് പല കസ്റ്റമർ റിലേഷൻഷിപ്പ് സോഫ്റ്റ്വെയറുകളൊക്കെ ചെയ്യുന്ന ഇപ്പോൾ സെയിൽസ് ഫോഴ്സ്, സോഹോ പോലുള്ള കമ്പനികളൊക്കെ റെൻ്റൽ ബേസിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, സാസ് മോഡലിലൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ട്. ഓയോ പോലുള്ള കമ്പനികൾ എന്താ ചെയ്തത്? ഇന്ന് ഒക്യുപ്പൻസി കുറവുണ്ടായിരുന്ന, അതായത് ആളുകൾ അധികം ഫുള്ളി റൂമൊന്നും ഒക്യുപ്പൈഡ് അല്ലാതിരുന്ന ഹോട്ടലുകൾ ടൈപ്പ് ഉണ്ടായി. അതിൽ നിന്ന് 20-30% ഇൻകം അവരിൽ നിന്ന് ഇവർക്കും കിട്ടുന്ന പോലെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. ഇന്ന് 1 ലക്ഷത്തോളം അല്ലെങ്കിൽ അതിന് മുകളിൽ ഹോട്ടലുകൾ ടൈപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമായി അവർ മാറി. അപ്പോൾ പല ബിസിനസ് മോഡലും കൊണ്ടുവരുമ്പോൾ ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താ? എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, അതിനുള്ള മാർഗം എന്താണെന്നുള്ള ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ മോഡലുകൾ ഡെവലപ്പ് ചെയ്യണത്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കീ പോയിന്റുകളുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ആരാണ്, അവരെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമർ. കാരണം നമ്മുടെ കസ്റ്റമർ ആകുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സർവീസോ കൺസ്യൂം ചെയ്യാൻ വരുന്ന ആളുകളെ പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. അവർ നമുക്ക് ഇതിന് പണം നൽകുമോ, പണം നൽകി നമ്മളോടൊപ്പം തുടരുമോ എന്നുള്ള ചിന്ത നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാവണം.
കാരണം ഇപ്പോൾ നോക്കൂ, നമ്മൾ ചില സ്ഥലത്ത് പണം മാത്രമാവണമെന്നില്ല. ഇപ്പോൾ യൂട്യൂബ് എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യണം? യൂട്യൂബ് നമുക്ക് പണം തരുന്നില്ല, പക്ഷേ യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്ത് വിഷയത്തിനുള്ള വീഡിയോസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റമർ അതിൻ്റെ പിന്നാലെ വരുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാല്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വാല്യൂ ക്രിയേഷൻ ആൻഡ് ക്യാപ്ചറിങ് ആണ് രണ്ടാമത്തെ പോയിന്റ്. കാരണം ഒന്നുമില്ലെങ്കിൽ നമുക്ക് നല്ലൊരു നേട്ടം, നമുക്ക് മൂല്യം, പണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കണം, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള വാല്യൂ ലഭിക്കണം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, ആ ഇഷ്യൂവിന് സൊല്യൂഷൻ കാണാൻ ഉടനെ എന്താ ചെയ്യണം? അത് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ നോക്കുകയാണ്. അല്ല മോട്ടിവേഷൻ വേണോ, നോളജ് വേണോ, എന്ത് കാര്യത്തിനും അതിനെ ആശ്രയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ക്രിയേഷൻ അവിടെ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിലൂടെ വീണ്ടും വീണ്ടും കണക്ട് ചെയ്യപ്പെടുന്നതോ സംവേദിക്കുന്നതോ ഒക്കെ. പിന്നെ അടുത്തൊരു കാര്യം, ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നോ യുവർ കോമ്പറ്റീഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, കോമ്പറ്റീറ്റേഴ്സ് എന്താ ചെയ്യുന്നത്. ഇനി കോമ്പറ്റീറ്റേഴ്സ് നല്ല എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് ഫോളോ ചെയ്യാനും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവണം. ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഒരു സംവിധാനം, ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഒരു ചിന്ത നമുക്ക് വ്യക്തമായിട്ട് ഉണ്ടാവണം. അതായത് നല്ലൊരു പ്രൊഡക്റ്റ് നമുക്കുണ്ടെങ്കിൽ എങ്ങനെ ഇത് മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെയായിരിക്കും എൻ്റെ കസ്റ്റമറിലേക്ക് ഇത് റീച്ച് ചെയ്യണത്, ഇത് ബിസിനസ് മോഡൽ തയ്യാറാക്കുമ്പോൾ ഉണ്ടാവേണ്ട കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാവേണ്ടത്, ഫ്രീ ബിസിനസ് ഇസ് നോട്ട് ദ ബിസിനസ് മോഡൽ. അല്ലേ? ഒരു ഫ്രീ ബിസിനസ് ചെയ്യുക എന്നുള്ളതല്ല ബിസിനസ് മോഡൽ വഴി. റവന്യൂ ഉണ്ടാവണം. റവന്യൂ ഓഫ് എ ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവണം. പണം നേടാൻ ഏത് ബിസിനസ്സിനും സാധിക്കണം. എന്നാലാണ് അത് നിലനിൽക്കാനും വളർത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് മോഡൽ സെറ്റ് ചെയ്യാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളാണുള്ളത്? പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കാണുന്ന 10-14 മോഡലുകൾ ഞാൻ നിങ്ങളോട് വളരെ വേഗത്തിലൊന്ന് പറയുകയാണ്. ഇതൊന്ന് നമുക്കൊരു മോഡൽ ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മോഡലിൻ്റെ പേര് വൺ ടൈം അപ്ഫ്രണ്ട് പ്ലസ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതായത് നമ്മുടെ JCB കമ്പനിയൊക്കെ ഫോളോ ചെയ്യണത്. JCB എന്താ ചെയ്യണത്? ഒരു വൺ ടൈം ഒരു ചാർജ് 1 കോടി രൂപയാണെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് ഒരു JCB വെഹിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഷീൻ വിൽക്കുന്നു. അതിനുശേഷം 5 ലക്ഷം രൂപയുടെ പാക്കേജും കൂടെ വെക്കുന്നുണ്ട്, മെയിൻ്റനൻസ് ചാർജ്. ആ പാക്കേജ് അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരും എടുക്കണം. അപ്പോൾ അപ്ഫ്രണ്ടിലൊരു ചാർജ് ചെയ്യും, മെയിൻ്റനൻസിൻ്റെ പാക്കേജും കൂടെ കൂടിയിട്ടുള്ള ബിസിനസ് മോഡലുകളുണ്ട്. 2 കോസ്റ്റ് പ്ലസ് മോഡൽ എന്ന് പറയുന്ന മോഡലുണ്ട്. കോസ്റ്റ് പ്ലസ് മോഡൽ എന്ന് പറയുന്നത് സാധാരണ ഈ OEM കമ്പനികൾ, അതായത് ഔട്ട്സോഴ്സ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനികളുണ്ടല്ലോ, ജോബ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന കമ്പനികൾ, ഇവർ സാധാരണ ചെയ്യുന്നൊരു മോഡലാണ്. നമുക്ക് ഉൽപ്പന്നം ഉണ്ടായി വരുന്നതിന് ഒരു യൂണിറ്റിന് 100 രൂപ വേണ്ടി വരുന്നു എങ്കിലും ഒരു 20% മാർജിനും കൂടി ഇട്ടിട്ട് 120 രൂപയ്ക്ക് വിൽക്കുന്നു. കാരണം ഞങ്ങൾക്ക് വേറെ മാർക്കറ്റിംഗ് കോസ്റ്റോ മറ്റ് ചിലവുകളൊന്നുമില്ല, നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു മോഡലിൽ റവന്യൂ ക്രിയേഷൻ പ്ലാൻ ചെയ്യുന്ന ബിസിനസ് മോഡലുകളുണ്ട്. 3 അവർലി റേറ്റ് വെച്ചിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ആയിരിക്കാം, സോഫ്റ്റ്വെയർ കൺസൾട്ടൻസ് ആയിരിക്കാം, പലരും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരു സോളോപ്രനർ എന്നൊക്കെ വിളിക്കുന്ന കാറ്റഗറിയിലുള്ള പലരും ചെയ്യുന്ന കാര്യം, അതിപ്പോൾ മേ ബി പ്ലംബർ ആവാം, ഇലക്ട്രീഷ്യൻ ആവാം, ഇങ്ങനെയുള്ളവരായിക്കോട്ടെ, അവർലി റേറ്റ്, ഞങ്ങൾക്ക് എത്ര മണിക്കൂറിൻ്റെ വർക്ക് ഉണ്ട്, ആ മണിക്കൂറിന് ഇത്രയെന്ന് പറഞ്ഞ് ചാർജ് ചെയ്യുന്ന റവന്യൂ മോഡലുകളുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഓർ ലീസിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന പല സോഫ്റ്റ്വെയർ കമ്പനികളും ഫോളോ ചെയ്യുന്നൊരു മോഡലാണ്. ഇപ്പോൾ സോഹോ, സെയിൽസ് ഫോഴ്സ്, ഇങ്ങനെയുള്ള ടെക്നോളജി പ്ലാറ്റ്ഫോമുകളൊക്കെ സബ്സ്ക്രിപ്ഷൻ മോഡലാണ് ചെയ്യണം. അതൊന്നും അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകൾ, നെറ്റ്ഫ്ലിക്സും ആമസോണും ഹോട്ട്സ്റ്റാറും ഇങ്ങനെയുള്ളവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ മോഡൽ നമുക്ക് വളരെ പരിചിതമാണ്. അത്തരത്തിൽ റവന്യൂ ഉണ്ടാക്കുന്ന മോഡലുകളുണ്ട്. ഇനി ലൈസൻസിങ് ചെയ്തുകൊണ്ട് ആ ലൈസൻസിൻ്റെ വാല്യൂ ഉപയോഗിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അടുത്ത കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാണുന്നുണ്ട്, ഗ്രീ എന്നൊക്കെ പറയുന്ന AC കമ്പനി, ഒരു ചൈനീസ് കമ്പനിയാണ്. അവരവരുടെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് അത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലുള്ളൊരു കമ്പനിക്ക് അതിൻ്റെ ലൈസൻസും കൊടുത്തിരിക്കുന്നു. ഇവിടെ എത്ര ഉൽപ്പന്നം വയ്ക്കുന്നു അതിനൊരു പെർസെൻറ്റേജ് ആ കമ്പനിയിലേക്കും കൂടെ പോകുന്ന രൂപത്തിലുള്ള ലൈസൻസിങ് മെത്തേഡുകൾ, അല്ലെങ്കിൽ പലരും ബുക്കുകളൊക്കെ വയ്ക്കുമ്പോൾ റോയൽറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇനി കൺസ്യൂമബിൾസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡലുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ അധികം റേറ്റ് ഈടാക്കുന്നില്ല, പക്ഷേ അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ HP പ്രിൻ്റർ ഉദാഹരണത്തിന് 3500 രൂപയ്ക്ക് നമുക്ക് പ്രിൻ്റർ കിട്ടും, പക്ഷേ അതിൻ്റെ കാറ്ററിഡ്ജ് മാറ്റണമെങ്കിൽ 800 രൂപ. ആ പ്രിൻ്റർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ തന്നെ കാറ്ററിഡ്ജ് വാങ്ങണം. അല്ലെങ്കിൽ നമുക്കൊക്കെ പരിചയമുള്ള ജില്ലറ്റിൻ്റെയൊക്കെ റേസർ വാങ്ങണം. ആ റേസർ വളരെ ചീപ്പായിരിക്കും, പക്ഷേ അതിൻ്റെ ബ്ലേഡ് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന, ഇന്നിപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 വീലർ 4 വീലറൊക്കെ വിൽക്കുന്ന ഓട്ടോമൊബൈൽ കമ്പനികളും വാഹനത്തിനല്ല അധികം പ്രോഫിറ്റ് ഈടാക്കണത്, അതിൻ്റെ സ്പെയർ പാർട്സിനായിരിക്കും, അതിൻ്റെ ആക്സസറീസിനായിരിക്കും. ഇതിനാണ് കൺസ്യൂമബിൾ ടൈപ്പ് ഓഫ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഇനി അപ്സെൽ വിത്ത് ഹൈ മാർജിൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ബിസിനസ് മോഡലിനെ പറ്റി നോക്കുക. അതായത് നേരത്തെ പറഞ്ഞ ജിയോയുടെ ഒരു പ്ലാൻ 100 രൂപയുടെ പ്ലാൻ എടുത്താൽ 1 GB പെർ ഡേ കിട്ടും. ഇതേ സ്ഥാനത്ത് അവർ പറയുകയാണ്, സാറേ 150 രൂപയുടെ പ്ലാൻ ഉണ്ട്, അതാണെങ്കിൽ 2 GB പെർ ഡേ കിട്ടും. ഇനി 200 രൂപയുടെ പ്ലാൻ ഉണ്ട്, 3 GB പെർ ഡേ കിട്ടും. സ്വാഭാവികമായിട്ട് ആ കസ്റ്റമർ വലിയ പാക്കേജിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം
ആ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്ന 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഇരട്ടി അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് വലുതിലേക്ക് മാറാനുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്ത് അപ്സെല് ചെയ്യുന്ന കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ബിസിനസ് മോഡൽ. ഇനി അഡ്വർടൈസിങ് ഒരു റവന്യൂ ആയിട്ടുള്ള ചില ബിസിനസ് മോഡലുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക്, ഗൂഗിൾ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ഇവരൊക്കെ എന്താ ചെയ്യണേ, ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വലിയ ക്രൗഡിനെ കൊണ്ടുവരികയും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂവിൽ നിന്ന് ഒരു വലിയ കമ്പനി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ബിസിനസ് മോഡലുകളാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 9th വൺ ഇസ് റീസെല്ലിംഗ് കളക്റ്റഡ് ഡാറ്റ. കാരണം ഡാറ്റ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഓയിൽ, പുതിയ നമ്മുടെ നാട്ടിലത്തെ ഇപ്പോൾ ഓയിലിൻ്റെ വില എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഡാറ്റയുടെ വില. കാരണം വലിയ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് പോപ്പുലേഷനെ പറ്റി, ഏജ് ഗ്രൂപ്പിനെ പറ്റി, അവിടുത്തെ ലിറ്ററസി റേറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഓരോ നാട്ടിലെയും അവിടുത്തെ വിവരങ്ങൾ സമാഹരിച്ച് വെച്ചാൽ ഇത് ഒരുപാട് കമ്പനികൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട ആയുധമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ് മോഡലുകളുണ്ട്. ഇനി 10ാമത് ട്രാൻസാക്ഷൻ ഫീസ് മോഡലിലുള്ള ബിസിനസ് മോഡലുണ്ട്. ട്രാൻസാക്ഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ പല ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ വർക്ക് ചെയ്യണം. ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പല പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, മാജിക് ബ്രിക്സ്, 99 ഏക്കേഴ്സ്, ഷാദി.com, വിവാഹത്തിൻ്റെ കാര്യത്തിനുള്ള, അല്ലെങ്കിൽ ജോബിന് വേണ്ടി നോക്കറി.com പോലുള്ള പ്ലാറ്റ്ഫോമുകൾ. ഇവരെന്താ ചെയ്യുന്നത്, രണ്ട് കൂട്ടരെ കണക്ട് ചെയ്യും, അതിനൊരു ട്രാൻസാക്ഷൻ ഫീസ് ഈടാക്കുക ചെയ്യണത്. അത്തരത്തിലുള്ള ബിസിനസ് മോഡലുകളുണ്ട്. ഇനി യൂസേജ് ബേസ്ഡ് ആയിട്ട് എത്ര യൂസ് ചെയ്യുന്നോ അതിനു വേണ്ടി മാത്രം ചാർജ് ചെയ്യുന്ന, ഇപ്പോൾ സെർവേഴ്സിൻ്റെ യൂസേജ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആമസോണിൻ്റെ വെബ് സർവീസ് പോലുള്ള കാര്യങ്ങൾ, ക്ലൗഡിൻ്റെ യൂസേജ്, ഇതൊക്കെ യൂസേജ് ബേസ്ഡ് ആയിട്ട് ചാർജ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്ന മോഡലുകളുണ്ട്. ഇനി നോർമലി സെൽഫോൺ പ്ലാൻ എന്ന് പറയുന്ന മോഡലാണ് 12ാമതുള്ള. സെൽഫോൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ നമുക്കറിയാം 399 പ്ലാൻ, 199 പ്ലാൻ, ഇങ്ങനെയുണ്ട്. ഇതുപോലെ പല ബിസിനസ്സും, അത് സെൽഫോൺ മാത്രമല്ല കേട്ടോ, അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ഒരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് അതിനുള്ള പാക്കേജ്, അത് ചിലപ്പോൾ പച്ചക്കറി വിൽക്കുന്ന സ്ഥാപനമായിരിക്കും, പലപ്പോഴും ഫ്ലാറ്റുകളിൽ വന്ന് 1000ൻ്റെ പാക്കേജ് ഉണ്ട്, നിങ്ങൾ ഇത്ര ഒരു പാക്കേജ് എടുത്താൽ എവറി ഡേ നിങ്ങൾക്ക് ഇത്ര രൂപയുടെ പച്ചക്കറി കിട്ടും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര സാധനം എത്തിച്ചു തരും, ഇങ്ങനെ പറയുന്ന ഇത്തരം സെൽഫോൺ പ്ലാനുകളുണ്ട്. ഇനി വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഫ്രാഞ്ചൈസി മോഡൽ. ഫ്രാഞ്ചൈസിയിൽ തന്നെ ഫ്രാഞ്ചൈസി ഓൺഡ്, ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ്, ഫ്രാഞ്ചൈസി ഓൺഡ്, കമ്പനി ഓപ്പറേറ്റഡ്, ഇങ്ങനെ പല വ്യത്യസ്ത മോഡലുകളുണ്ട്. നമ്മളിതിനു മുമ്പ് അതിനെപ്പറ്റി മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവും. എന്ത് തന്നെയായാലും ലോകത്തെ വലിയൊരു ബിസിനസ് മോഡലാണത്. ഇന്ന് മാക്ഡൊണാൾഡ്സും KFCയും സബ്വേയും പോലുള്ള ഫുഡ് റീറ്റെയിലേഴ്സൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഫ്രാഞ്ചൈസി മോഡൽ വെച്ചാണ്. അപ്പോൾ അതൊരു വലിയ വരുമാന മാർഗ്ഗം, അങ്ങനെ ഒരു മോഡലുമാണ്. 14ാമതായിട്ട് അവസാനം സംസാരിക്കാനുള്ളത് ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന മോഡലാണ്. അതായത് പല സമയത്തും നമ്മൾ ഈ ജോബ് വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു മോഡലുണ്ടല്ലോ, നമ്മുടെ കമ്പനിയിൽ ഉൽപ്പാദനക്ഷമത കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നം മാത്രമല്ല ഉൽപ്പാദനം എടുക്കാനുള്ള ചിലപ്പോൾ ഫെസിലിറ്റി ഉണ്ടാവുക, മറ്റ് കമ്പനികൾക്ക് കൂടെ ജോബ് വർക്ക് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്ന മോഡൽ. ഈവൻ കാഡ്ബറി പോലുള്ള കമ്പനികൾ വരെ അവർക്ക് വലിയ ബോയിലേഴ്സ് ഉണ്ട്, അവർക്കത് ഫുള്ളി യൂസേജ് ഇല്ലാത്തതുകൊണ്ട് പുറത്തെ കമ്പനികൾക്ക് വരെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലും വളരെ കോമൺ ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ബിസിനസ് മോഡൽ എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഉണ്ടാവേണ്ടത് വരുമാനം ബിസിനസ്സിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതിനുള്ള മോഡലിനെയാണ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. 10-14ഓളം വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ് മോഡലുകളെ പറ്റി പറഞ്ഞു. ഇനിയുമുണ്ട് വ്യത്യസ്ത മോഡലുകൾ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് വ്യക്തമായൊരു ധാരണയുമായിട്ട് എല്ലാവരും ബിസിനസ്സിലേക്ക് വരിക. പുതിയ സംരംഭം തുടങ്ങുന്നവരും നിലവിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ നോക്കുമ്പോഴും ബിസിനസ് വ്യാപിപ്പിക്കാൻ നോക്കുമ്പോഴും ഒക്കെ ബിസിനസ് മോഡലിനെ പറ്റിയുള്ള ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടാവുക. കറക്റ്റായിട്ട് നല്ല ബിസിനസ് മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിന് വേണ്ട സപ്പോർട്ട് എടുക്കാം എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പോലുള്ള കൺസൾട്ടിങ് ഫേമുകളുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.